ഗായ്സ് അപ്പൊ ഇവിടെ ഉള്ള എല്ലാ ഐറ്റംസും നമ്മൾ 1 kg വീതം നമ്മൾ വാങ്ങിക്കാൻ പോവാണ്. എന്നിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും നമ്മൾ വിതരണം ചെയ്യുന്നത്. 2 hours later. എന്താടാ നാട്ടിൽ കൊണ്ടുപോകണം. നമ്മുടെ നാട്ടിലെ രാജാവ്. നമ്മള് മൈസൂർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് കുറച്ചും കൂടിയാണ് നടക്കാനുണ്ട്. നടക്കാം, പോയി നോക്കാം. ഇജെങ്ങട്ടാ പോയി? ഇതിലാണ് മാർക്കറ്റിന്റെ പുതിയ പുതിയ വീക്ഷിക്കാൻ വേണ്ടി പോയതാണ്. പുതിയ പുതിയ വഴികൾ തപ്പിപ്പോയതാണ്. ഇത് കൊറേ നടക്കാണ്ട്. അവിടുന്ന് കണ്ട് നമ്മള് വന്ന വഴി വണ്ടി പോകാനാണ് എനിക്കിഷ്ടം. ഏറ്റവും നല്ലത്. കാരണം മൈസൂർ ട്രിപ്പ് അപ്പോഴേ പൂർത്തിയാവുള്ളൂ. ഈ വെയിൽ കൊണ്ടാണ് ഇതിവിടെ നടക്കാനാണെങ്കിൽ അത് നമ്മൾ പ്രിഫർ ചെയ്യില്ല. പോവാ, അപ്പൊ നമ്മൾ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. മൈസൂർ മാർക്കറ്റിലൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. ഇത് നമ്മളെ മുന്നത്തെ ഷോർട്സ് വീഡിയോസിലും മൈസൂർ വ്ളോഗിലൊക്കെ വന്നിട്ടുള്ളതാണ്. ഒരുപാട് സംഭവങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. കുറച്ചുകൂടി കണ്ട് പോയി വെക്കാം. എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം. ഇതാണ് മൈസൂർ വായക്ക അല്ലേ? ഒരുപാട് സംഭവങ്ങളുണ്ട് ഗൈസ് ഇവിടെ. ഫ്ലവേഴ്സ് അവരോട്ടുണ്ടോ? മുന്നേ ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഷോപ്സിലും ഇവിടെയൊക്കെ നമ്മൾ വന്നിട്ടുണ്ട്. ഫ്ലവർ മാർക്കറ്റിൽ അടിപൊളിയാണ്. നല്ല ഫ്രഷ് ഫ്ലവേഴ്സാണ് ഇവിടെ ഉള്ളത്. നല്ല മുല്ലമുട്ടുകൾ, റോസാപ്പൂക്കൾ, മല്ലിക, അങ്ങനെ ഒരുപാട് ഫ്ലവേഴ്സുകളുണ്ട്. ഇപ്പോൾ മാർക്കറ്റിൽ ഭയങ്കര തിരക്കാണ്. നല്ല തിരക്കാ. ഞാൻ പറയണ കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. നല്ല ആളുണ്ട് ഇവിടെ. ചെമ്പകം കെട്ടുകണക്കിന് ഫ്ലവേഴ്സാണ് ഇവിടെ വന്ന് ഇറങ്ങണത്. ഗായ്സ് വെത്തല ഇருக்கு ഇവിടെ. കുറെ വെത്തല, കുങ്കുമം, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. ഇവിടെ ഫ്ലവർ എടുത്തിട്ട് മാല ആക്കുന്നുണ്ട് ഇവര്. മുല്ല മുട്ടെടുത്തുകൊണ്ട് കോർത്തോണ്ടിരിക്കണം ഇവിടെ. അപ്പൊ നമ്മൾ അവിടുന്ന് ഇറങ്ങി ഇതൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് ഇതാ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. ഇതാണ് മൈസൂർ മാർക്കറ്റ്. സെന്ററിൽ കൂടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗൈസ് നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ മൈസൂർ തന്നെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ മൈസൂർ പാക്ക് വാങ്ങുന്നതാ ഗുരു സ്വീറ്റ്സിലാണുള്ളത്. ഗുരു സ്വീറ്റ്സ് മാർട്ടിൽ. ഇത് നമ്മുടെ മൈസൂർ മാർക്കറ്റിൽ തന്നെയാണ് ഉള്ളത്. നമുക്ക് എന്തായാലും കുറച്ച് മൈസൂർ പാക്ക് വാങ്ങിക്കാം. ഒത്തന്റിക് ആയിട്ടുള്ള മൈസൂർ പാക്കാണ്. ഒത്തന്റിക് ആയിട്ടുള്ള മൈസൂർ പാക്കാണ്. ഫോറിനേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ
മൈസൂർ പോക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. നമ്മൾ വാങ്ങിക്കാൻ പോണത് അങ്ങോട്ടെ Different prices. This one? This is how much? 800 per kg. Without pieces. പീസ് ആയിട്ടില്ല അങ്ങനെ അങ്ങനെ മൈസൂർ പാക്ക്. ഗായ്സ്, അപ്പൊ ഇവിടെയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ 1 kg വീതം നമ്മൾ വാങ്ങിക്കാൻ പോവാണ്. എന്നിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും നമ്മൾ വിതരണം ചെയ്യുന്നതാണ്. എന്തൊക്കെയായിരുന്നു എന്റെ ആഗ്രഹം എന്നൊക്കെ എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷെ ഇപ്പൊ എന്തായാലും റബി എന്തായാലും വാങ്ങണ്ട് 1 കിലോ വാങ്ങാം. നമുക്ക് മൈസൂർ അതെ കൊടുക്കണം. ആരും ഒരു സാധനം കൊണ്ടുപോയി സാധനം കൊണ്ടുപോകും അല്ലെങ്കിൽ ബാക്കിയുള്ള കൊണ്ടുണ്ടായിരിക്കും. ഇപ്പൊ ആഗ്രഹമുണ്ട് പക്ഷെ പറ്റില്ലാന്ന്. ഇവിടെ കൊടുക്കാൻ 10 വയസ്സില്ല. എത്ര വാങ്ങണേ? ഞാൻ മൈസൂർ പാക്ക് വാങ്ങണം. ഇതിന്റെ ഈ ഉത്ഭവം എങ്ങനെയാ വെച്ചാല് നമ്മള് 1935 SINS നെൽവാടി കൃഷ്ണരാജവാദിയാര് 4-മന് എന്തൊരു സ്വീറ്റ് കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം വന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ കുക്കുണ്ട്, കുക്ക് ശ്രീ കക്കാസുര മദപ്പ. ശ്രീ കക്കാസുര മദപ്പ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ കുക്ക് അദ്ദേഹത്തിനൊരു വിഭവം, ഒരു സ്വീറ്റ് തയ്യാറാക്കി കൊടുത്തു. അങ്ങനെ ഉണ്ടാക്കിയതാണ് ഈ സാധനം. അതിന് ഒരാളൊരു പേരും മൈസൂർ പാക്ക്. അങ്ങനെ 1936 ഈ കക്കാസുര മദപ്പ ഇവിടെ മൈസൂരിൽ ഈ ഒരു ഷോപ്പ് ഓപ്പൺ ആക്കുന്നത്. അങ്ങനെയാണ് മൈസൂർ പാക്ക് എന്നുള്ള സംഭവം ഇവിടെ മൈസൂരിൽ വന്നത്. സംഭവം അടിപൊളി സാധനമാണ്. എത്രയായി ടോട്ടൽ ബില്ല്? രാജാവിന് എന്താണ് ഇവിടുത്തെ ഉണ്ടാക്കി കൊടുത്ത മൈസൂർ പാക്ക്? അത് നമ്മളെ നമ്മളെ നാട്ടിൽ കൊണ്ടുപോകണം. നമ്മുടെ നാട്ടിലെ രാജാവിന് രാജാവിന് കൊടുക്കാം. അതിന്റെ വല്യപ്പ അതവിടെ നമ്മുടെ നാട്ടിൽ നമ്മളെ വലിയ രാജാവുണ്ട്. ആ രാജാവിന് നമ്മൾ നാളെ ഇന്ന് രാത്രിയോടെ കൊണ്ടുപോകും, കൈമാറും. ചിലപ്പോ തലന്നെ പോകും. അപ്പൊ നമ്മൾ അവിടുന്ന് ഇറങ്ങി ഗൈസ്. ഇനി നമുക്ക് എവിടേക്കാ പോണമെന്നൊരു ഐഡിയ ഇല്ല. നമുക്ക് എന്തായാലും പറയണു. SR ഇങ്ങനെ നമ്മളെ കൊണ്ടുപോകണേ. എവിടേക്കാന്നൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് പാനിപൂരി കഴിച്ചില്ലേന്നോ അവിടെ നല്ലത്. സ്ട്രോബെറി അങ്ങനെ പറഞ്ഞേ. ഒതന്റിക് ആയിട്ടുള്ള മൈസൂർ പഴമാണത്. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും സ്ട്രോബെറി മൾബറി കാര്യങ്ങൾ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ പോവാണ്. നേരെ വണ്ടി നേരെ റൂമിൽ പോവാം. 2 hours later. എന്താടാ നിർത്തണ്ട പൊതുവെ നമ്മളെ 26 നേരം വർത്താൻ മതി. ഇന്നലെ വരെ വന്നിട്ട് കിട്ടി. അലികാറ്റ് കഴിഞ്ഞില്ലേ? സമാധാനം എനിക്ക് ലാസ്റ്റ് ബർത്ത്ഡേ ഇംഗ്ലീഷിന്റെ കയറി ഇറങ്ങണേ. അപ്പൊ പോന്നാണ്. താങ്ക് യു. യോഗക്ക് വന്നാണല്ലോ, പഠിക്കുകയാണ്.